ഇപ്പോൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഡിജിക്സ്ട്രാസ് അൽഗോരിതം എന്താണെന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രിംസ് അൽഗോരിതം പഠിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ ക്രിസ്കൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേറൊരു വേർഷൻ അല്ലെങ്കിൽ വേറൊരു അൽഗോരിതമാണ് ഡിജിക്സ്ട്രാസ് അൽഗോരിതം. അപ്പോൾ നമുക്ക് ഡിജിക്സ്ട്രാസ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ. ഈ ഒരു ഫിഗർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷോർട്ടസ്റ്റ് പാത്ത് കാണുന്നത്. നമ്മൾ പൊതുവേ ചിലതിലൊക്കെ കാണുന്നത് എസ് ടു ടി ആണ്. എസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് നോഡും ടി എന്ന് പറയുന്നതാണ് എൻഡ് നോഡും. എസ് തൊട്ടിട്ട് ടി വരെയാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ചെറുത് ഏതാണെന്ന് നോക്കി ആ ഒരു രീതിയിലാണ് നമ്മൾ ചില സമയത്തൊക്കെ എന്താ പറയുക ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിച്ചിരുന്നത്. അതിൽ നിന്നും ചെറിയ വ്യത്യാസമായിട്ടാണ് ഇവിടെ വരുന്നത്. അതായത് ആദ്യം നമ്മൾ നോഡ് ഏതൊക്കെയാണെന്ന് ഇവിടെ എഴുതി വെച്ചു. എസ്, എ, ബി, സി, ഡി, ടി ഇതൊക്കെയാണ് നമ്മുടെ നോഡുള്ളത്. എസ് ആണ് സ്റ്റാർട്ടിംഗ് നോഡ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് നോഡായിട്ടുള്ള എസ്സിന് 0 കൊടുക്കുക. ബാക്കിയുള്ള നോഡിനൊക്കെ ആദ്യം എന്ത് ചെയ്യാം, ഇൻഫിനിറ്റി കൊടുക്കുക. കാരണം നമ്മൾ ബാക്കിയുള്ള ഒന്നിലേക്ക് നമ്മൾ മൂവ് ചെയ്തിട്ടില്ല. സ്റ്റാർട്ടിംഗ് നോഡ് എന്ന് പറയുന്നത് എസ് ആണ്. എസ്സിൻ്റെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇനി എസ്സിൽ നിന്ന് നമുക്ക് എയിലോട്ടും പോവാം, എസ്സിൽ നിന്ന് സിയിലോട്ടും പോവാം. ഓക്കെ, അപ്പോൾ എസ്സിൽ നിന്ന് എയിലോട്ട് പോകുമ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 + 18 എന്താണോ അതാണ് എയുടെ വാല്യൂ കിട്ടുക. അതേപോലെ എസ്സിൽ നിന്ന് സിയിലോട്ട് പോകുമ്പോൾ 0 + 15 എന്താണോ അതാണ് നമുക്ക് സിയുടെ വാല്യൂ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇവിടെ എസ്സിൽ നിന്ന് എയിലോട്ട് പോകുന്ന കേസിൽ നമുക്ക് 0 + 18 എന്ന് പറയുന്നത് 18 എന്ന് കിട്ടും. അപ്പോൾ ഇൻഫിനിറ്റി ആണോ 18 ആണോ ചെറുതെന്ന് നോക്കി. ചെറിയ വാല്യൂ ആണ് ഇവിടെ എടുത്ത് എഴുതേണ്ടത്. ഇൻഫിനിറ്റി ആണോ 18 ആണോ ചെറുതെന്ന് നോക്കുമ്പോൾ 18 ആണ് ചെറുത്. സോ 18 എഴുതി. അടുത്തത് 0 ടു എസ് ടു സിയിലോട്ട് പോകുമ്പോൾ 0 + 15 നോക്കുക. 0 + 15 എന്ന് പറയുന്നത് 15 ആണ്. സോ നമ്മൾ സിയിലേക്ക് നോക്കുമ്പോൾ ഇൻഫിനിറ്റി ആണോ 15 ആണോ ചെറുതെന്ന് നോക്കി. 15 ആണ് ചെറുത്. സോ 15 അവിടെ എടുത്ത് എഴുതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്ത നോഡ് അല്ലെങ്കിൽ അതിൻ്റെ പാരൻറ്റ് നോഡ് എന്ന് പറയുന്നത് എസ് ആയിരുന്നു. സോ എസ്സിന് 0 കൊടുക്കേണ്ട, ജസ്റ്റ് ഒരു ഹൈഫൻ ഇട്ട് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് സെർച്ച് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ പോകാനുള്ളത് ബിയിലേക്കുണ്ട്, അതേപോലെ ഡിയിലേക്കുണ്ട്, ടിയിലേക്കൊക്കെ പോകാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാന്ന് നോക്കി. അതായത് എയിലെ 18 ആണോ സിയിലെ 15 ആണോ ചെറുത് നോക്കി. അപ്പോൾ 15 ആണ് ചെറുത്. സോ 15 നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് സിയിലോട്ട് മൂവ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞ് എസ്സിൽ നിന്ന് സിയിലോട്ട് മൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് സി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. ഇനി സിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. കാരണം 0 + 15 എന്ന് പറയുന്നത് നമ്മൾ 15 ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 15 ആണ് വാല്യൂ. ഇനി സിയിൽ നിന്ന് നമുക്ക് എവിടേക്കൊക്കെ മൂവ് ചെയ്യാം, ബാക്ക് ട്രാക്ക് ചെയ്ത് പുറകിലോട്ട് എസ്സിലോട്ട് പോകണ്ട. അപ്പോൾ നമുക്ക് സിയിൽ നിന്ന് എയിലോട്ട് മൂവ് ചെയ്യാം, സിയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യാം, സിയിൽ നിന്ന് ഡിയിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ആദ്യം സിയിൽ നിന്ന് എയിലോട്ട് മൂവ് ചെയ്യാം. എയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ 15 + 6 ആണ് വരുന്നത്. 15 + 6 എന്ന് പറയുന്നത് 21 ആണ്. 21 ആണോ ഇവിടെ ഓൾറെഡി കിടക്കുന്ന 18 ആണോ ചെറുതെന്ന് നോക്കണം. അതായത് സിയിൽ നിന്ന് എയിലോട്ട് മൂവ് ചെയ്യാം. സിയിൽ നിന്ന് എയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ 15 ആണ് സിയുടെ വാല്യൂ ഉണ്ടായിരുന്നത്. 15 + 6 എന്ന് പറയുമ്പോൾ 21 ആണ് കിട്ടുന്നത്. സോ 21 ആണോ 18 ആണോ വലുതെന്ന് നോക്കുമ്പോൾ 21 ആണ് വലുത് വരുന്നത്, 18 ആണ് ചെറുത്. ചെറിയ വാല്യൂ ആണ് നമുക്ക് ഇവിടെ എടുത്ത് എഴുതേണ്ടത്. സോ 18 തന്നെ താഴോട്ട് എടുത്ത് എഴുതി. ഓക്കെ, അടുത്തത് സിയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യാം. 15 + 14 എന്ന് പറയുമ്പോൾ 29 ആണ് നമുക്ക് വരുന്നത്. ഇൻഫിനിറ്റി ആണോ 29 ആണോ ചെറുതെന്ന് നോക്കുമ്പോൾ 29 ആണ് ചെറുത്. സോ 29 നമ്മളിവിടെ എടുത്ത് എഴുതി. അടുത്തത് സിയിൽ നിന്ന് ഡിയിലോട്ട് മൂവ് ചെയ്യണതാണ്. നമ്മളിപ്പോൾ സിയിലാണ് വിസിറ്റ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് സിയിൽ നമ്മൾ ഹൈഫൺ കൊടുത്തു. അടുത്ത സിയിൽ നിന്ന് ഡിയിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. 15 + 7 എന്ന് പറയുന്നത് 22 ആണ്. അപ്പോൾ ഇൻഫിനിറ്റി ആണോ 22 ആണോ ചെറുതെന്ന് നോക്കിയപ്പോൾ 22 ആണ് ചെറുത്. ഓക്കെ, ഇനി ടിയിലോട്ട് മൂവ് ചെയ്യാനുണ്ട്. അവിടെ നമ്മൾ ഇൻഫിനിറ്റി കൊടുത്തു. എസ് ഓൾറെഡി മൂവ് ചെയ്തതാണ്. സോ അവിടെ ഒരു ഹൈഫൺ കൊടുത്തു. ഇനി ഇതിലേറ്റവും ചെറിയ വാല്യൂ ഏതാന്ന് നോക്കുക. ചെറുതെന്ന് പറയുന്നത് 18 ആണ്. സോ 18 തന്നെ മാർക്ക് ചെയ്തു. ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സിയിൽ നിന്ന് എയിലോട്ടും ബിയിലോട്ടും ഡിയിലോട്ടും പോവാം. സിയിൽ നിന്ന് എയിലോട്ട് പോകുമ്പോൾ 15 + 6 എന്ന് പറയുന്നത് 21 ആണ് കിട്ടുന്നത്. സോ ഈ 21 എന്ന് പറയുന്നത് എയിൽ ഓൾറെഡി ഉള്ള 18നേക്കാൾ ചെറുതാണോ നോക്കണം. 21 വലുതാണ്. സോ 18 അതേപോലെ താഴോട്ട് എടുത്തെഴുതി. ഇനി ബിയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ 15 + 14 എന്ന് പറയുന്നത് 29 ആണ് കിട്ടുന്നത്. ഓൾറെഡി ഇവിടെ ബിയിൽ ഇൻഫിനിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇൻഫിനിറ്റി ആണോ 29 ആണോ ചെറുത് നോക്കുമ്പോൾ 29 ആണ് ചെറുത്. ചെറിയ വാല്യൂവിന് എടുത്ത് എഴുതി.
സി നമ്മൾ വിസിറ്റ് ചെയ്തു. അടുത്തത് ഡിയിലേക്ക് നോക്കണം, അതായത് സിയിൽ നിന്ന് ഡിയിലോട്ട് മൂവ് ചെയ്യാമല്ലോ. അപ്പോൾ സിയിൽ നിന്ന് ഡിയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ 15+7 ആണ് കിട്ടുന്നത്. അത് 22 ആണ് വാല്യൂ. സോ ഇൻഫിനിറ്റി ആണോ 22 ആണോ ചെറുത് നോക്കിയപ്പോൾ 22 ആണ് ചെറുത്, അതങ്ങനെ കൊടുത്തു. ഇനി സിയിൽ നിന്ന് ഡയറക്റ്റ് ഡിയിലോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, സോ നമ്മളവിടെ ഇൻഫിനിറ്റി കൊടുത്തു. ഇനി ഇവിടുത്തെ ഈ ഒരു ലൈനിലെ ഏറ്റവും ചെറുത് ഏതാ നോക്കി 18 ആണ്. അപ്പോൾ നമ്മളിവിടെ നെക്സ്റ്റ് മൂവ് ചെയ്യുന്ന ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, ഇനി നോക്കേണ്ടത് എയിൽ നിന്ന് നമുക്ക് എങ്ങോട്ടൊക്കെയാണ് മൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ബാക്ക് ട്രാക്ക് ചെയ്ത് പുറകിലോട്ട് പോകണ്ട. സോ എയിൽ നിന്ന് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ എയിൽ നിന്ന് ബി, ഇപ്പോൾ എയുടെ വാല്യൂ എന്തായിരുന്നു? 18 ആണ് കേട്ടോ. എയുടെ വാല്യൂ 18 ആണ്. സോ 18+9 എന്താണോ അതാണ് എൻ്റെ ബിയുടെ വാല്യൂ കിട്ടുക. 18+9 എന്താണ്? 27 ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് 18+9 എന്ന് പറയുന്നത് 27 ആണ് കിട്ടുക. ഓൾറെഡി ഇവിടെ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 29 ആയിരുന്നു. അപ്പോൾ 27 ആണോ 29 ആണോ ചെറുത് നോക്കുമ്പോൾ 27 ആണ് ചെറുത്. സോ ഇവിടെ 27 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, എ വിസിറ്റ് ചെയ്തു. സോ നമ്മൾ ഇതിനൊരു ഹൈഫൺ കൊടുത്തു. ഇനി അടുത്തത് എയിൽ നിന്ന് വേറെ എവിടേക്കെങ്കിലും മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബാക്കിയൊക്കെ അതേപോലെ തന്നെ എഴുതി. ഈ 22നെ താഴോട്ട് അതേപോലെ എടുത്തെഴുതുക, ഇൻഫിനിറ്റീനെ അതേപോലെ എടുത്തെഴുതുക. പിന്നെ ഇവിടെ ഇതൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തതായതുകൊണ്ട് അതൊക്കെ ഹൈഫൺ കൊടുത്തു. ഇവിടെ 27 ആണോ 29 ആണോ ചെറുതെന്ന് നോക്കിയിട്ട് അതാണ് ഇവിടെ കൊടുത്തത്. അതുകൊണ്ടാണ് ഇവിടെ 27 വന്നത്. അതായത് എയിലിപ്പോൾ 18 ആണ് വാല്യൂ ഉള്ളത്. സോ എയിൽ നിന്ന് ആകെ പോകാൻ പറ്റുന്നത് ബിയിലോട്ടാണ്. 18+9 എന്ന് നോക്കി. 18+9 എന്ന് പറയുന്നത് 27 ആണ്. സോ ഓൾറെഡി ഇവിടെ 29 ഉണ്ട് ബിക്ക്. എയിൽ നിന്ന് ബിയിലോട്ടല്ലേ മൂവ് ചെയ്യുന്നത്. സോ ബിക്ക് ഓൾറെഡി 29 ഉണ്ട്. 29 ആണോ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള 27 ആണോ ചെറുത് നോക്കി. 27 ആണ് ചെറുത്. സോ 27 ഇവിടെ കൊടുത്തു. ബാക്കിയുള്ളതൊക്കെ നമ്മൾ അതേപോലെ തന്നെ കൊടുത്തു. ഡിയുടെ വാല്യൂ 22 ആയിരുന്നു ഇവിടെ. അത് അതേപോലെ താഴോട്ട് എടുത്ത് എഴുതിയതേ ഉള്ളൂ. ഇനി ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ് നോക്കി. ഡിയുടെ വാല്യൂ ആണ് 22 ആണ് ചെറുത്. സോ 22നെ അതേപോലെ കൊടുത്തു. അടുത്ത് നമ്മൾ മൂവ് ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഡി ആണ്. ഇനി ഡിയിൽ നിന്ന് നമുക്ക് എങ്ങോട്ടൊക്കെയാണ് മൂവ് ചെയ്യാൻ പറ്റുക? ഡിയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യാം. ഡിയുടെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 22 ആണ്. സോ ഡിയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യാം, ഡിയിൽ നിന്ന് ടിയിലോട്ട് മൂവ് ചെയ്യാം. ഡിയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ 22+10 32 ആണ് ബിയുടെ വാല്യൂ കിട്ടുക. 22+10 32. അതായത് 27 ആണോ 32 ആണോ വലുതെന്ന് ചോദിക്കുമ്പോൾ 32 ആണ് വലുത്. 27 ആണ് ഇവിടെ ചെറുത്. സോ നമുക്കിവിടെ 27 തന്നെ കൊടുത്താൽ മതി. ഓക്കെ, അതായത് 22+10 എന്ന് പറയുന്നത് 32 ആണ്. ബിയുടെ വാല്യൂ ശരിക്കും 32 ആണ് വരേണ്ടത്. അപ്പോൾ 32 ആണോ അതോ 27 ആണോ ചെറുത് നോക്കി. അപ്പോൾ 27 ആണ് ചെറുത്. സോ ഇവിടെ 27 എന്ന് കൊടുത്തു. എസും എയും ഓൾറെഡി വിസിറ്റഡ് ആണ്, സിയും വിസിറ്റ് ചെയ്തതാണ്. അടുത്തത് ഡിയിൽ നിന്ന് ടിയിലോട്ടാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഡി ഇപ്പോൾ വിസിറ്റ് ചെയ്തല്ലോ, അതിലൂടെ ഹൈഫൺ കൊടുത്തു. അപ്പോൾ ഡിയിൽ നിന്ന് ടിയിലോട്ടാണ് മൂവ് ചെയ്യാൻ പറ്റുന്നത്. 22+36 എന്ന് പറയുന്നത് 58 ആണ്. സോ 58 ഇവിടെ കൊടുത്തു. ഇൻഫിനിറ്റി ആണോ 58 ആണോ ചെറുത് നോക്കിയപ്പോൾ 58 ആണ് ചെറുത്. സോ ഇവിടെ 58 എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ എൻ്റെ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 58ലാണ് കിടക്കുന്നത്. ഇനി ഇതിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കിയപ്പോൾ അത് 27 ആണ്. സോ 27 മാർക്ക് ചെയ്തു. ഇവിടെ ഏത് വാല്യൂ അപ്പോൾ വരിക? 27 എന്ന് പറയുന്നത് ബി ആണ്. സോ ബിയിൽ കൊടുത്തു. അതായത് ഇനി ബിയിൽ നിന്ന് നമുക്ക് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ബിയിൽ നിന്ന് നമുക്ക് ടിയിലോട്ട് മൂവ് ചെയ്യാം. നമ്മൾ നേരത്തെ വിസിറ്റ് ചെയ്തപ്പോൾ ഡിയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്തിരുന്നു. സോ തിരിച്ച് ഇങ്ങോട്ട് ബാക്ക് ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇനി നമ്മൾ ആകെ നോക്കേണ്ടത് ബിയിൽ നിന്ന് ടിയിലോട്ട് മൂവ് ചെയ്യുക എന്നുള്ള കേസാണ്. ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 27 ആണ്. സോ 27 ഇവിടെ കൊടുത്തു. 27 ആണ് ഇപ്പോൾ ബിയുടെ വാല്യൂ. 27+28 എന്താണോ കിട്ടുന്നത് അതാണ് ടിയുടെ വാല്യൂ വരിക. അപ്പോൾ 27+28 എന്ന് പറയുന്നത് 55 ആണ്. ടിയുടെ വാല്യൂ ഓൾറെഡി ഇവിടെ 58 ഉണ്ടായിരുന്നു. അപ്പോൾ 55 ആണോ 58 ആണോ ചെറുതെന്ന് ചോദിക്കുമ്പോൾ 55 ആണ് ചെറുത്. സോ 55 ഇവിടെ കൊടുത്തു. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് എന്താണ്, എല്ലാം നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു, അതൊക്കെ ഹൈഫൺ കൊടുത്തു. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 55 ആണ്. ഈ ഒരു റോ ആണ് കേട്ടോ നോക്കേണ്ടത്. 55 ആണ് നോക്കേണ്ടത്. സോറി, ചെറുത് ഏതാണെന്നാണ് നോക്കേണ്ടത്. ഈ റോ കേസാണ് നോക്കേണ്ടത്. അപ്പോൾ 55 ചൂസ് ചെയ്തു. ടി ഇവിടെ കൊടുത്തു. അതായത് ടി വരെ വിസിറ്റ് ചെയ്തു. എസ് തൊട്ടിട്ട് ടി വരെ മൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ എസിൽ 0 ആയിരുന്നു. പിന്നെ നമ്മൾ 15 ആയിട്ടുള്ള സിയിലേക്ക് മൂവ് ചെയ്തു. പിന്നെ 18 ആയിട്ടുള്ള എയിലേക്ക് മൂവ് ചെയ്തു. പിന്നെ 22 ആയിട്ടുള്ള ഡിയിലേക്ക് മൂവ് ചെയ്തു. പിന്നെ 27 ആയിട്ടുള്ള ബിയിലോട്ട് മൂവ് ചെയ്തു. പിന്നെ 55 ആയിട്ടുള്ള ടിയിലോട്ട് മൂവ് ചെയ്തു. ഓക്കെ,
ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഷോർട്ടസ്റ്റ് പാത്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് 0 + 15 + 18 + 22 + 27 + 55 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഷോർട്ടസ്റ്റ് പാത്താണെന്ന് പറയാം. ഇനി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാണെന്ന് നോക്കണം. അതായത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പോവാം, പക്ഷേ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് വാല്യൂ, അതായത് നമ്മൾ ലാസ്റ്റ് എത്രയാണോ നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ടി വരെയല്ലേ എത്തിയത്, ആ ടിയിലുള്ള വാല്യൂ നമ്മൾ ചൂസ് ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിലോട്ട് പോവാം. ഇതിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ 55-ൽ നിന്ന് ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ ആ റോയിൽ ഏറ്റവും മിനിമം ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടെ. അതായത് 55 ആണ് ഇവിടെ ടിയുടെ വാല്യൂ വരുന്നത്. സോ 55-ൽ നിന്ന് നമ്മൾ മുകളിലോട്ട് മൂവ് ചെയ്യുക. മുകളിലോട്ട് മൂവ് ചെയ്തപ്പോൾ 55-ൽ നിന്ന് ചേഞ്ച് വന്ന് 58 ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഈ റോയിലുള്ള ഏറ്റവും ചെറുത് ഏതാണോ അതാണ് നമ്മൾ ഇന്ന് ചൂസ് ചെയ്യേണ്ടത്. 27 ആണ്. സോ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. 27 ആണ് ചെറുത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ 27-ന് ചേഞ്ച് ഇല്ല. സോ ഈ റോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഇനി ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ 27-ൽ നിന്ന് ചേഞ്ച് ഉണ്ട്. അതായത് നമ്മൾ മുകളിലോട്ട് മൂവ് ചെയ്തിട്ട് എവിടെയാണോ ആ ഒരു പെർട്ടിക്കുലർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള പെർട്ടിക്കുലർ വാല്യൂവിന് ചേഞ്ച്, ആ ഒരു വാല്യൂവിലുള്ള റോനെ നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്തിട്ട് അതിലേറ്റവും മിനിമം വാല്യൂ ആണ് ചൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ 55-ൽ നിന്ന് മുകളിലോട്ട് പോയപ്പോൾ 58 ആയി. സോ 58 ചേഞ്ച് ആണല്ലോ. 55-ൽ നിന്ന് 52 ആയിട്ട് 55-ൽ നിന്ന് 58 ആയിട്ട് ചേഞ്ച് ആവില്ല ചെയ്തേ. അത് വലുതോ ചെറുതോ ആയിക്കോട്ടെ, പ്രശ്നമില്ല. പക്ഷെ ഒരു ചേഞ്ച് അവിടെ വന്നു. അങ്ങനെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ റോയിലെ ഏറ്റവും ചെറുത് ഏതാണോ ആ വാല്യൂ നമ്മൾ ചൂസ് ചെയ്തു. 27 ആണ്. പിന്നെ 27-ൻ്റെ മുകളിലോട്ടാണ് പിന്നെ നമ്മൾ പോകേണ്ടത്. അപ്പോൾ 27-ൻ്റെ മുകളിലോട്ട് നമ്മൾ നോക്കിയപ്പോൾ തൊട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ 27 തന്നെയാണ് പിന്നെയും വന്നത്. സോ ഈ റോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നും കൂടെ നമ്മൾ മുകളിലോട്ട് പോയപ്പോൾ 29 ആണ് ഇവിടെ വന്നത്. സോ 27-ൽ നിന്ന് ചേഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് 29. സോ 29 ഈ ഒരു റോയിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കിയപ്പോൾ 18 ആണ് ഉണ്ടായിരുന്നത്. സോ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്തു. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിലോട്ട്, ഇപ്പോൾ ചെറുത് 18 അല്ലേ, ഇനി ഇതിൻ്റെ തൊട്ട് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ 18 തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ നമ്മൾ ഈ റോ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത് ഇങ്ങോട്ട് മൂവ് ചെയ്തു. 18-നേക്കാൾ വലുതാണ് ഇൻഫിനിറ്റി. അതായത് ചെറിയൊരു ചേഞ്ച് ഇവിടെ ചേഞ്ച് വന്നിട്ടുണ്ട്. 18-ഉം ഇൻഫിനിറ്റിയും രണ്ടും ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ ചേഞ്ച് വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു റോ ചൂസ് ചെയ്തിട്ട് ഏറ്റവും ചെറുത് ഏതാണ് ചൂസ് ചെയ്തു. ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വാല്യൂ വരിക. അതായത് S to A, A to B, B to T. ഇതാണ് നമ്മുടെ പാത്ത് വരിക. കറക്റ്റ് പാത്ത് ഇങ്ങനെയാണ് വരിക. അതായത് 50 അത് ഏറ്റവും ലാസ്റ്റത്തെ വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ എൻഡ് നോഡായിട്ടുള്ള വാല്യൂ ചൂസ് ചെയ്തു. അതിൻ്റെ മുകളിലോട്ട് പോയപ്പോൾ അത് ചേഞ്ച് ഉണ്ടായിരുന്നു. 55 58 ചേഞ്ച് ഉണ്ട്. സോ ഈ റോ കൺസിഡർ ചെയ്തു. ഏറ്റവും ചെറുത് ഏതാ നോക്കി 27 ആണ്. 27-ൻ്റെ മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെയും 27 ആണ്. സോ ഈ റോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ ഇവിടെ 29 ആയിരുന്നു. സോ 27-ൽ നിന്ന് ചേഞ്ച് ഉണ്ട്. സോ 29 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റോയിൽ ഏറ്റവും ചെറുത് ഏതാ ചൂസ് ചെയ്തു. 18 ആണ്. ഇനി 18 എന്ന് പറയുന്നതിൻ്റെ തൊട്ട് മുകളിൽ നമ്മൾ നോക്കിയപ്പോൾ 18 തന്നെയാണ് പിന്നെയും വരുന്നത്. സോ ഈ റോ കൺസിഡർ ചെയ്യേണ്ട. അടുത്ത് ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ 18-ഉം ഇൻഫിനിറ്റി ആണ്, ചേഞ്ച് ഉണ്ട്. സോ നമ്മൾ ഈ റോയിൽ ഏറ്റവും ചെറുത് കൺസിഡർ ചെയ്ത് 0. അപ്പോൾ എസ് എന്ന് പറഞ്ഞിട്ടുള്ള നോഡ്, അതിനുശേഷം എ എന്ന് പറഞ്ഞിട്ടുള്ള നോഡ്, അതിനുശേഷം ബി എന്ന് പറഞ്ഞിട്ടുള്ള നോഡ്, അതിനുശേഷം ടി എന്ന് പറഞ്ഞിട്ടുള്ള നോഡ്. ഇങ്ങനെയാണ് നമുക്കതിൻ്റെ കറക്റ്റ് പാത്ത് അല്ലെങ്കിൽ കറക്റ്റ് ഡിസ്റ്റൻസ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇങ്ങനെയാണ് ഡിജിക്സ്ട്രാസ് അൽഗോരിതം ചെയ്യേണ്ടത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ആയിട്ട് വീഡിയോ കാണുക. മനസ്സിലാവും. അത്ര ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല. ഇതേപോലത്തെ ടൈപ്പ് എന്തായാലും ചോദിക്കാറുണ്ട്. ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. ചിലപ്പോൾ ഡിജിക്സ്ട്രാസ് അൽഗോരിതം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാനാവും പറയുക. അതർവൈസ് ഇങ്ങനൊരു ഫിഗർ തന്നിട്ട് ചെയ്യാനാവും പറയുക. ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.